ഇപ്പോൾ നമ്മളിന്ന് കുറച്ച് സ്ട്രോബെറി പ്ലാന്റ് ആണ്. ഇതാണ് സ്ട്രോബെറിയുടെ തൈകൾ. ഇത് നമ്മൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സ്ട്രോബെറികളൊന്ന് ക്ലീൻ ചെയ്തെടുത്താണ്. സ്ട്രോബെറി ഒന്ന് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷമാണ് അതിൻ്റെ കായഫലം ഉണ്ടാകുന്നത്. അതിൻ്റെ 2ാമത്തെ വർഷമാണ് ഏറ്റവും നന്നായിട്ട് സ്ട്രോബെറി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ റണ്ണേഴ്സ് എന്ന് പറയുന്ന സാധനം പിടിച്ചു വെച്ച് നമുക്കിതുപോലൊരു പോട്ടിലേക്ക് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ ഉണ്ടാക്കാം. അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച സ്ട്രോബെറി തന്നെ ഒന്ന് പുറത്തെടുത്ത് അതിൻ്റെ വേസ്റ്റായിട്ടുള്ള ഇലകളൊക്കെ കളഞ്ഞിട്ടേ നന്നായിട്ടൊന്ന് എടുത്താണ്. അപ്പോൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഈ കാണുന്ന റൂട്ടുണ്ട്. ഈ ഭാഗത്തിന് ക്രൗൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂട്ട് മാത്രമേ പറയാവുള്ളൂ. ഈ ക്രൗൺ നമ്മൾ മുകളിൽ നിർത്തണം. നമ്മൾ ചില ആൾക്കാർ ഇവിടം വരെ അങ്ങ് പ്ലാന്റ് ചെയ്യും. നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ മുകളിൽ നിൽക്കാവുള്ളൂ. ഇത് താഴത്തേക്ക് പോകണം. നമ്മൾ മൊത്തത്തിൽ ഇവിടം വരെ അങ്ങോട്ട് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ കായ അധികം ഉണ്ടാകത്തില്ല. അപ്പോൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ആ ക്രൗൺ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ പ്ലാന്റ് ചെയ്ത് വിടുക. സോ ഇത് കൊണ്ട് നല്ലൊരു തൈയാണ്. അപ്പോൾ ഇത് ഏകദേശം 200 മണിക്കൂർ ചില്ലേഴ്സ് ഉണ്ടെങ്കിലാണ് നമ്മുടെ സ്ട്രോബെറികൾ നന്നായിട്ട് കായ്ക്കുന്നത്. ഇപ്പം ചെറിയൊരു തണുപ്പ് വേണം. 200 മണിക്കൂർ ചില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോബെറിയുടെ ചില്ലേഴ്സ് റിക്വയർമെൻറ്റ് മറ്റ് പ്ലാന്റുകളെക്കാൾ ഇച്ചിരി കൂടെ വ്യത്യസ്തമാണ്. 10 ഡിഗ്രിയിൽ താഴെ ഉണ്ടെങ്കിൽ പോലും സ്ട്രോബെറി കായ്ക്കും. അതുകൊണ്ട് ഒത്തിരി തണുപ്പ് വേണമെന്നില്ല. പിന്നെ അങ്ങനെയാണ് സ്ട്രോബെറി പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ 1-2 പ്ലാന്റായിട്ടത് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനെ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 പ്ലാന്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് അടുത്ത പ്ലാന്റായി, ഇത് അടുത്ത പ്ലാന്റ്. അപ്പോൾ ഇത് നമുക്ക് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോബെറി നമ്മൾ ഒറ്റ പ്രാവശ്യം വാങ്ങിച്ചാൽ പിന്നെ നമുക്ക് ഒരിക്കലും വാങ്ങിച്ച് വെക്കേണ്ട വരികയില്ല. അതുപോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. നമുക്ക് വീട്ടിലാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ളൊരു സാധനമാണ് സ്ട്രോബെറി.